ട്രാവൻകൂർ കമ്മ്യൂണിക്കേഷന്റെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ചാനൽ 30 ട്രാവൻകൂറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ പി ചന്ദ്രമോഹൻ അവர்களാണ്. മുൻ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിരുന്ന വർക്കലയിലെ ലോകത്തെ അറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ പി ചന്ദ്രമോഹൻ സാറിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് സമൂഹത്തിൽ ഏറി വരുന്ന ഹൃദയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഹൃദ്രോഗികളാവുന്നവരുടെ കൂട്ടത്തിൽ യുവാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ചർച്ചയിലേക്ക് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഒന്ന് ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രക്താതിസമ്മർദ്ദത്തെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ പറയാറുള്ള ഹൃദ്രോഗത്തെ പറ്റി പറയുമ്പോൾ ജന്മനാ തന്നെ ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങളുണ്ട്. കൂടുതലും കുട്ടികളിലാണത് കാണാറുള്ളത്. പലതരത്തിലുള്ള കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസസ് എന്നാണ് നമ്മളതിന് പറയാറുള്ളത്. അപ്പോൾ അതിന് ശസ്ത്രക്രിയയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പരിഹാര മാർഗം. ചില ഈ ജന്മനായുള്ള ഹൃദ്രോഗം യഥാസമയം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്കത് ഓപ്പറേഷനിലൂടെ പരിഹരിക്കാൻ കഴിയും. ഒരു ഫുൾ ലൈഫ് സ്പാൻ ജീവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ധാരാളം രോഗികളെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് എന്ന് പറയുമ്പോൾ വർഷങ്ങളായി. 30 വർഷം കഴിഞ്ഞ് ഹൃദയ വാൽവുമായിട്ട് ഒരു രോഗി അടുത്ത കാലത്ത് വന്ന് കാണുകയുണ്ടായി. 30 വർഷം കഴിഞ്ഞു, ആ ഹൃദയ വാൽവിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ജന്മന ഈ നീലനിറമാകുന്ന അസുഖം ഹൃദയത്തിനകത്ത് ഹൃദയ ഭിത്തികളിലുണ്ടാകുന്ന ദ്വാരങ്ങളിലൂടെയാണ്. ആദ്യം ശരിക്ക് ശുദ്ധരക്തം പോകുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ചേമ്പേഴ്സാണ് കൂടുതൽ പ്രഷറുള്ളത്. അപ്പോൾ ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് പോകുന്ന ഷണ്ടാണെങ്കിൽ അതുകൊണ്ട് നിറവ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതേസമയം കുറെ കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അത് ഓപ്പറേറ്റ് അടയ്ക്കുന്നില്ലെങ്കിൽ ഈ വലതുവശത്തെ അറകളിൽ നിന്ന് പോകുന്ന ശ്വാസകോശത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ കൂടുമ്പോഴത്തേക്ക് ഈ ഇടതുവശത്തെ അറകളിലുള്ള പ്രഷറിനേക്കാൾ കൂടുതലാകുന്ന അവസരത്തിൽ ഈ വലതുവശത്തുള്ള രക്തം ഈ ദ്വാരത്തിലൂടെ നേരെ ഇടതുവശത്തേക്ക് പോകും. അപ്പോൾ അയോർട്ടയിൽ കൂടെ നമ്മുടെ ശുദ്ധരക്തം വരുന്നതിൽ കൂടെ പിന്നെ വരുന്നത് അശുദ്ധരക്തമായിരിക്കും. അപ്പോൾ ഒരു ഹ്യൂ ഉണ്ട്, അതൊരു നീല നിറം നമ്മുടെ മുഖത്തും കൈക്കും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശരിക്കും നീല നിറമുള്ള കുട്ടികൾ ജനിക്കുന്നത് അങ്ങനെയാണ്. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് നീല നിറം കാണുന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് ജന്മന ഹൃദയത്തിന് എന്തോ അസുഖം ഉണ്ടെന്നുള്ളത്, കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വേറൊരു തരം ഹൃദ്രോഗം. ഇത് ഓപ്പറേഷനിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ കഴിയും. പക്ഷേ അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ അത് ഏറ്റവും പെട്ടെന്ന് ഒരു കാർഡിയോളജിസ്റ്റിനെ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ അല്ലെങ്കിൽ പീഡിയാട്രിഷ്യനെങ്കിലും കാണിക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് യഥാസമയം ഓപ്പറേറ്റ് ചെയ്യാനും ആ കുഞ്ഞിനെ രക്ഷിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ അതാണ് കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ്. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. പണ്ട് നമ്മുടെ നാട് രോഗാണുക്കളുടെ ഒരു പർദീസയായിരുന്നല്ലോ. അപ്പം അന്ന് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നൊരു ഫീവർ ഉണ്ടാകും. അതായത് ഇന്നും നമുക്ക് പലതരത്തിലുള്ള ടൈഫോയിഡ് ഫീവർ ഉണ്ട്, പലതരത്തിലുള്ള ഫീവർ ഇപ്പോൾ വരാറുണ്ട്. പക്ഷേ അന്ന് ഈ റുമാറ്റിക് ഫീവർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഫീവറാണ്. അത് കുട്ടിക്കാലത്തേ അത് വരുള്ളൂ. അത് വരുമ്പോൾ ഈ സന്ധികൾക്കെല്ലാം നീരും വേദനയും ഉണ്ടാവും. വലിയ സന്ധികൾക്കാണ് ഒരു സന്ധിയിൽ നിന്ന് വേറൊരു സന്ധിയിലേക്ക് പോകുന്നത്. ഫ്ലീറ്റിംഗ് ആർത്രൈറ്റിസ് എന്നാണ് ഞങ്ങളതിനെ പറയാറുള്ളത്, റുമാറ്റിക് ആർത്രൈറ്റിസ്. ഇതിൻ്റെ ഒരു പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഹൃദയ വാൽവുകളെ ബാധിച്ച് അത് വാൽവ് ചുരുങ്ങിപ്പോവുകയും വാൽവിൽ ലീക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള 100 കണക്കിന് രോഗികൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്നുകിൽ വാൽവ് റിപ്പയർ ചെയ്യണം, അതല്ലെങ്കിൽ വാൽവ് മാറ്റി വെക്കണം. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ 100 ചിത്ര വാൽവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 100 നമുക്ക് ഈ വാൽവിന് നല്ല വിലയുള്ള വാൽവാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് മുഴുവൻ ഈ ഇമ്പോർട്ടഡ് വാൽവ്സ്, മറ്റ് രാജ്യങ്ങളിലെ വാൽവിടെ. അപ്പോൾ അത് ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ, അവർക്കത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ചിത്ര സെൻറ്ററിൽ ബയോമെഡിക്കൽ വിങ് തുടങ്ങിയപ്പോൾ അവരുടേതായ വാൽവ് ഉണ്ടാക്കും, ചിത്ര വാൽവ്. ആ ചിത്ര വാൽവ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ അതിന് ലൈഫ് കുറവായിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 30 വർഷം കഴിഞ്ഞ പേഷ്യൻ്റ് ഈ ചിത്ര വാൽവാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ 100 പേഷ്യൻസ് ഞാൻ ചിത്ര വാൽവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഇന്ന് നമ്മോടൊപ്പം ചേർന്ന ഡോക്ടർ പി ചന്ദ്രമോഹൻ സാർ നൂറുകണക്കിന് മനുഷ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന വ്യക്തിത്വം. ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ഡീനായി പ്രവർത്തിച്ചു വരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പാൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ തുടങ്ങി നിരവധിയായ രംഗത്ത് ആധ്യാത്മിക, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ശ്രീ ചന്ദ്രമോഹൻ സാറിന് ചാനൽ 30 ട്രാവൻകൂറിൻ്റെ ഹൃദയ നമസ്കാരം. ചാനൽ 30യുടെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.